അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ നിർണായകമായ ആ തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. കോച്ച് മിഖായൽ സ്റ്റാറെ പുറത്താക്കിയിട്ടുണ്ട്. ഒപ്പം സഹപരിശീലകരെയും പുറത്താക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ ക്ലബ്ബ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഈ സീസൺ തുടക്കം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും വലിയ രീതിയിലുള്ള പിഴവുകൾ വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആരാധകർ പറഞ്ഞൊരു കാര്യമാണ് കോച്ചിനെ മാറ്റണം, പകരം മറ്റൊരാളെ കൊണ്ടുവരണം എന്നുള്ള കാര്യം. അന്നൊന്നും മാനേജ്മെന്റ് അത് തയ്യാറായില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ മോഹൻ ബഗാനുമായുള്ള മത്സരത്തിൽ ഒരു ഗംഭീര തോൽവിയോടെ വഴങ്ങിയതോടെ ഇനി മനസ്സിലായി, ഇനി മിഖായൽ സ്റ്റാറെ എന്ന മാലാഖയ്ക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യം വന്ന ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ ക്ലബിൽ നിന്ന് കോച്ചിന്റെ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സഹപരിശീലകരെയും ഇപ്പോൾ ക്ലബ്ബ് പുറത്താക്കിയിട്ടുണ്ട് എന്ന തരത്തിൽ വരുന്നുണ്ട്. പുറത്താക്കിയതാണോ അതോ മീറ്റിംഗിലൂടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഇവർ രണ്ടുപേരും മാറാമെന്ന് പറഞ്ഞതാണോ എന്നതിൽപ്പെട്ട് ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്. എന്നാൽ പോലും ക്ലബ്ബ് പറയുന്നത് ഇവരുടെ സേവനങ്ങൾ ഞങ്ങൾ മതിയാക്കുന്നു എന്ന് തന്നെയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട്, ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു പ്രശ്നത്തിലേക്ക് വഴിതെളിച്ചത്. അതുകൊണ്ടാണ് കോച്ച് പുറത്തേക്ക് പോകുന്നതെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 12 മത്സരങ്ങളിൽ നിന്ന് 3 ജയം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് നേടാനായത്. 2 സമനില, 7 തോൽവി എന്ന് പറയുന്നത് 11 പോയിന്റിലേക്കാണ് ബ്ലാസ്റ്റേഴ്സ് ചുരുങ്ങിയിരിക്കുന്നത്. അതായത് 10ാം സ്ഥാനത്തുള്ള ടീം 11 പോയിന്റ്. ഇതാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മഞ്ഞപ്പട അടക്കമുള്ള ഫാൻ ക്ലബ്ബുകൾ വളരെ കൃത്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടെ തന്നെയാണ് കോച്ചിനെ പുറത്താക്കാനുള്ള തീരുമാനം ഇപ്പോൾ ക്ലബ്ബ് എടുത്തിരിക്കുന്നത്. പക്ഷേ പകരം ആര് വരും എന്ന ചോദ്യം വളരെ പ്രസക്തമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവാൻ വുക്കോമനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ആവശ്യമാണ് പലരും ഉന്നയിക്കുന്നെങ്കിൽ പോലും അതിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ പോലും വളരെ പെട്ടെന്ന് മറ്റൊരു പരിശീലകനെ കൊണ്ടുവരേണ്ട രീതിയായിരുന്നു ഇനി ബ്ലാസ്റ്റേഴ്സ് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു എന്ന തരത്തിലും ഇപ്പോൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇതിനു മുൻപ് തന്നെ പലതരത്തിൽ ഇങ്ങനെ മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കുമ്പോൾ ഈ കോച്ചസിനെ പുറത്താക്കുന്ന പരിപാടി ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും 12 മത്സരങ്ങൾ വരെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. മഞ്ഞപ്പട അടക്കമുള്ള ഫാൻ ക്ലബ്ബുകളുടെ എതിർപ്പും ഇത് വലിയ രീതിയിൽ ഇനി മിഖായൽ സ്റ്റാറെ എന്ന കോച്ചിനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്ലബിന്റെ കോച്ച് സ്ഥാനത്ത് നിന്നിപ്പോൾ മിഖായൽ സ്റ്റാറെ പുറത്താക്കിയിരിക്കുന്നത്. അവരുടെ പ്രസ് റിലീസിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് FC മുഖപരിശീലകനായിരുന്ന മിഖായൽ സ്റ്റാറെ സഹപരിശീലകനായ ബിയോൺ വെസ്ട്രോം, ഫെഡറിക്കോ പെരേര മോറസ് എന്നിവരെ അവരുടെ ചുമതലകളിൽ നിന്ന് ഉടനടി നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇവർ ഇത്രയും നാളും ക്ലബിനോട് ചെയ്ത സഹായങ്ങൾക്കെല്ലാം നന്ദിയുണ്ട് എന്ന് കൂടി ക്ലബ്ബ് കൂട്ടിച്ചേർക്കുന്നു. ടീമിന്റെ പുതിയ മുഖ്യ പരിശീലനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല, പക്ഷെ അത് ഉടനെ പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. പകരം ക്ലബിന്റെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് KBFCയുടെ തന്നെ റിസർവ് ടീമിന്റെ മുഖ്യ പരിശീലകനും യൂത്ത് ഡെവലപ്മെന്റ് ഹെഡുമായ തോമക് തൂഷിനാണ്. സഹപരിശീലകനായ TG പുരുഷോത്തമൻ, ഇന്ത്യൻ കോച്ചായ TG പുരുഷോത്തമന് ആ ക്ലബിനൊപ്പം തന്നെ തുടരാം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം മിഖായൽ സ്റ്റാറെ കൊണ്ടുവന്നത് ആരൊക്കെയോ അവരെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. പകരം പുതിയ ടീമിന്റെ പുതിയ മെന്റാലിറ്റി അല്ലെങ്കിൽ പുതിയ കോച്ചസ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. ഏതായാലും അത് മാത്രമല്ല, അടുത്ത മത്സരം ഹോം ഗ്രൗണ്ട് മത്സരമാണ്. അതിനു മുമ്പ് ഒരു കോച്ചിനെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഒരുപക്ഷെ ജനുവരി മാർക്കറ്റിലൊക്കെ നോക്കിയിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ സാഹചര്യത്തിൽ മറ്റൊരു കോച്ചിനെ ഈ ഉടനെ തന്നെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സഹപരിശീലകരെ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കാത്തിരുന്ന ഒരു നീക്കമാണ്. മിഖായൽ സ്റ്റാറയ്ക്ക് പിഴച്ചത് എവിടെ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ ഒഴിവാക്കുമ്പോൾ എന്താണ് മാനേജ്മെന്റ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. പകരം ആര് എന്ന ചോദ്യം, അത് ഇവാനാണോ അതോ മറ്റാരെങ്കിലും കോച്ചാണോ എന്ന ചോദ്യം ഇപ്പോൾ വളരെ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ ആ തീരുമാനം കൈക്കൊള്ളുമ്പോൾ ആരാധകർ ഒരു പരിധിവരെ ശാന്തരാണ്. പക്ഷേ പൂർണ്ണമായും വിജയം നേടാനാകാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും.